ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായം സിസ്റ്റർ ഫിനിഷ് ചെയ്തിരുന്നു. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തന്നെ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അധ്യായത്തിൽ ആകെ 3 ശീർഷകങ്ങളാണ് ഉള്ളത്. ഇതിൽ 1-ാമത്തെ ശീർഷകം ബേത്സദയിലെ രോഗശാന്തി എന്നതാണ്. ഇവിടെ നാം കാണുന്നത് യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്നതാണ്. അവിടെ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. ഇതിന് 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവനോട് യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പോൾ അവൻ്റെ മറുപടി ഇതാണ്, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഇത് കേട്ടയുടൻ യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന്. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. വചനത്തിൻ്റെ ശക്തി കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്നൊരു വാണിംഗ് കൂടി ഈശോ കൊടുക്കുന്നുണ്ട്. യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് അവൻ യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു എന്നാരോപിച്ച് യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചു. 2-ാമത്തെ ശീർഷകം പുത്രൻ്റെ അധികാരം എന്നതാണ്. ഇവിടെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അതായത്, പിതാവിൻ്റെ ഇഷ്ടമാണ് പുത്രൻ പ്രവർത്തിക്കുന്നത്. പിതാവ് ആരെയും വിധിക്കാതെ വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കണമെന്നതാണ് പിതാവിൻ്റെ ഹിതം. ഇത് തെളിയിക്കുന്ന വചനമാണ് 24-ാമത്തേത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു ശക്തി തന്നെയാണ്. അതുപോലെ തന്നെ വിധിക്കാനുള്ള അധികാരവും യേശുവിന് നൽകിയിട്ടുണ്ട്. നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പിനായും പുറത്തു വരും. 3-ാമത്തെ ശീർഷകം യേശുവിൻ്റെ സാക്ഷ്യം എന്നതാണ്. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ യേശു നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ഞാൻ ശ്രവിക്കുന്നത് പോലെയാണ് ഞാൻ വിധിക്കുന്നത്. എൻ്റെ വിധി നീതിപൂർവകവുമാണ് എന്ന്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ഇതിനേക്കാൾ വലിയ സാക്ഷ്യത്തെക്കുറിച്ച് 36-ാം വാക്യത്തിലും പരാമർശിക്കുന്നു. എന്നിട്ട് നമ്മുടെയൊക്കെ ഒരു പോരായ്മ ഈശോ എടുത്തു കാണിക്കുന്നുണ്ട്. നിത്യജീവൻ ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു എന്ന്. അതിനോടൊപ്പം തന്നെ പലരുടെയും തെറ്റായ ധാരണയും ഈശോ തിരുത്തുന്നുണ്ട്. ഇനി ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആകെ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 3 ശീർഷകങ്ങൾ. 2-ാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യപ്രകാരം
ആരുടെ തിരുനാളിനാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം യഹൂദരുടെ. ബേത്സേദ എന്ന വാക്ക് ഏത് ഭാഷയിലുള്ളതാണ്? ഉത്തരം ഹെബ്രായ ഭാഷയിലുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ എവിടെയാണ് ഒരു കുളമുണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഉത്തരം ജെറുസലേമിൽ. അടുത്ത ചോദ്യം തെറ്റിതിരുത്താനാണ്. അവിടെ കുരുടരും മുടന്തരും ബധിരരും തളർവാദവുമുള്ള അനേകം രോഗികൾ കിടന്നിരുന്നു. ശരിയായ ഉത്തരം ഇതാണ്. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. അടുത്ത ചോദ്യം ഇതൊരു ഓപ്ഷനുള്ള ചോദ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യമനുസരിച്ച് രോഗിയോട് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം? ഓപ്ഷൻസ്: അവൻ കുറേ കാലമായി കിടപ്പിലാണെന്ന് കണ്ട്, അവൻ കുറേ നാളായി കിടപ്പിലാണെന്ന് കണ്ട്, അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കണ്ട്, അവൻ വളരെ കാലമായി കിടപ്പിലാണെന്ന് കണ്ട്. ശരിയായ ഉത്തരം 3-ാമത്തെ ഓപ്ഷനാണ്. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കണ്ട്. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. ഡാഷ് സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഉത്തരം അവൻ തൽക്ഷണം. അടുത്ത ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് യഹൂദർ പറഞ്ഞതാരോട്? ഉത്തരം സുഖം പ്രാപിച്ച ആ മനുഷ്യനോട്. അടുത്ത ചോദ്യം എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അധ്യായം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് മേലിൽ പാപം ചെയ്യരുത് എന്ന് യേശു അവനോട് പറഞ്ഞത്? ഉത്തരം കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ. അടുത്ത ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം ഉദ്ധരിക്കുക. ഉത്തരം ഇതാണ്. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം യേശു എന്ത് ചെയ്തുകൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് 5:18 പറയുന്നത്? ഉത്തരം തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട്. അടുത്ത ചോദ്യം പുത്രൻ്റെ അധികാരം എന്ന ശീർഷകത്തിനു കീഴിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 11. അടുത്ത ചോദ്യം പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് ഡാഷ് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഉത്തരം സ്വന്തം ഇഷ്ടമനുസരിച്ച്. അടുത്ത ചോദ്യം എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. അധ്യായം വാക്യം എഴുതുക. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം എഴുതുക. ഉത്തരം പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. അടുത്ത ചോദ്യം ആരെയും വിധിക്കാത്തത് ആര്? ഉത്തരം പിതാവ്. അടുത്ത ചോദ്യം ആർക്കാണ് നിത്യജീവനുള്ളത്? ഉത്തരം എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന്. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ആരുടെ സ്വരം? ഉത്തരം ദൈവപുത്രൻ്റെ. അടുത്ത ചോദ്യം പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നതെന്ത്? ഉത്തരം വരം. അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്? ഉത്തരം മനുഷ്യപുത്രനായതുകൊണ്ട്. അടുത്ത ചോദ്യം കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നതിനാൽ നിങ്ങൾ എന്തു ചെയ്യേണ്ട എന്നാണ് പറയുന്നത്? ഉത്തരം വിസ്മയിക്കേണ്ട. അടുത്ത ചോദ്യം തെറ്റ് തിരുത്തുവാനുള്ളതാണ്. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം എൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഇവിടെ 2 ഭാഗത്താണ് തെറ്റുള്ളത്.
അത്ഭുതപ്പെടേണ്ട എന്നുള്ളിടത്തും എൻ്റെ എന്നുള്ളിടത്തുമാണ്. അപ്പോൾ ശരിയായ വാക്യം ഇതാണ്: ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം എഴുതുക. ഉത്തരം ഇതാണ്: അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പിനായും പുറത്തു വരും. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം യേശുവിൻ്റെ സാക്ഷ്യം. അടുത്ത ചോദ്യം, എൻ്റെ വിധി നീതിപൂർവകവുമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് യേശു പറയുന്ന കാരണം എന്ത്? ഉത്തരം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അടുത്ത ചോദ്യം, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം ഡാഷ്. ഉത്തരം സത്യമല്ല. അടുത്ത ചോദ്യം, സത്യത്തിന് സാക്ഷ്യം നൽകിയത് ആർ? ഉത്തരം യോഹന്നാൻ. അടുത്ത ചോദ്യം, ആരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട എന്നാണ് യേശു പറയുന്നത്? ഉത്തരം മനുഷ്യരുടെ. അടുത്ത ചോദ്യം, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ആര്? ഉത്തരം യോഹന്നാൻ. അടുത്ത ചോദ്യം, യേശു താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യപ്രകാരം എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. ആര്? ഉത്തരം എന്നെ അയച്ച പിതാവ് തന്നെ. അടുത്ത ചോദ്യം, അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. ആരുടെ? ഉത്തരം എന്നെ അയച്ച പിതാവിൻ്റെ. അടുത്ത ചോദ്യം, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്നത്? ഉത്തരം അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ട്. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. ഏത്? ആരെക്കുറിച്ച്? ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ, യേശുവിനെക്കുറിച്ച്. അടുത്ത ചോദ്യം, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഡാഷിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഉത്തരം ഏകദൈവത്തിൽ. അടുത്ത ചോദ്യം, പിതാവിൻ്റെ സന്നിധിയിൽ ആരായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നാണ് യേശു പറയുന്നത്? ഉത്തരം നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശ. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 46-ാം വാക്യപ്രകാരം നിങ്ങൾ ആരെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം മോശയെ. അടുത്ത ചോദ്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം? ഉത്തരം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിന് സമാനമായ പുതിയ നിയമവാക്യം? ഉത്തരം റോമ 4:17. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യത്തിന് സമാനമായ പുതിയ നിയമവാക്യം? ഉത്തരം ലൂക്ക 24:27, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:27. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 47-ാം വാക്യത്തിന് സമാനമായ വാക്യം? ഉത്തരം ലൂക്ക 16:29 മുതൽ 31 വരെ. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായമാണ് പഠിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കി, മുഴുവനായിട്ടില്ല. ബാക്കി നിങ്ങളും കൂടെ ബൈബിളൊക്കെ വായിച്ച് നല്ലവണ്ണം ഒരുങ്ങണം. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.